Okay, welcome back, dear students. Good morning, everybody. Okay. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ where did we stop in the last class? Do you remember? Yeah, now don't talk there. Listen to me here. Okay. All of you listen here. Do you remember where we stopped the last class? Do you remember? Yes, we were learning the few names, spellings of the few things. First we learn fox, frog, rhyming words, caught, pot. So can you give me the spelling of fox? Who will give me the spelling of fox? Ayan Sabin, please unmute. Ayan, unmute please. F-O-X. Yeah, very good. Fox. Then frog. Who will give me the spelling of frog? Just to show, raise your hand if you are ready. Who will give me? Yeah, Shansa. Shansa, please unmute. F-R-O-G. Very good. F-R-O-G. Frog. Good. Then fish. Who will give me the spelling of fish? Ishan, please unmute. Please unmute. Yeah. F-I-S-H, fish. Very good. F-I-S-H, fish. Okay. Then now, who will give me the spelling of hill? Hill. Sarga, please unmute. Sarga Sajid, please unmute. H-I-double-L. Very good. Good girl. H-I-double-L. Hill. Okay. Now, who will give me the spelling of cat? Who will give me the spelling of cat? Yes, Godwin, please unmute. C-H cat. Very good. C-H, cat. Then, who will give me the spelling of fat? Fat. Fat. Christy, please unmute. Christy Joseph. Give me the spelling of fat. F-A-T. Very good. F-A-T, fat. Good. Then, who will give me the spelling of hat? Hat. Shamil, please unmute and tell me the spelling of hat. Para. H. Hat. H. A. T. Hat. Okay. Then, who will give me the spelling of mat? Who will give me the, Bhavika, please unmute. Unmute ചെയ്തിട്ട് പറ. Mat. Okay. എന്തോ ശബ്ദം വരുന്നു. Yeah, M-A-T, mat. Okay, good. So, അപ്പോൾ നിങ്ങൾ ഈ സ്പെല്ലിങ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? All of you have learned the spellings of these words. Okay. So another one important thing I want to tell you is that you might have heard about your exam, isn't it?
മെസ്സേജ് കണ്ടായിരുന്നോ? August 3 മുതൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള മെസ്സേജ് നിങ്ങൾ കണ്ടിരുന്നോ? അങ്ങനെ അറിഞ്ഞവരുന്ന തമ്പ് തന്നെ. August 3 മുതൽ എക്സാം ഉണ്ടെന്ന് അറിഞ്ഞവരുന്ന തമ്പ് തന്നെ. എല്ലാരും അറിഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. ഗുഡ്. അപ്പോ നമ്മുടെ ഇംഗ്ലീഷ് എവിടെ മുതലാ എക്സാമിന് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണം അല്ലേ? അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണേ. അമ്മമാരോടൊന്ന് ശ്രദ്ധിക്കാൻ പറയണം ടീച്ചർ പറയുന്നത്. ടീച്ചർ പേജ് നമ്പർ പറഞ്ഞുതരാം. നമ്മൾ കുറച്ചേ പഠിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മൾ പരീക്ഷയ്ക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ. പേജ് നമ്പർ ടീച്ചർ പറയാം. പേജ് നമ്പർ 5. പേജ് നമ്പർ 5 ഉണ്ടോ? നമ്മൾ ABC ആൽഫബറ്റ്സ് പഠിച്ചിട്ട് അതിന് നേരെ ഓരോ വാക്കും നമ്മൾ എഴുതി പഠിച്ചിരുന്നു അല്ലേ? അപ്പോ പേജ് നമ്പർ 5 ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ സ്പെല്ലിങ്സ് പഠിച്ചിരിക്കണം. ഇപ്പൊ O ആണെങ്കിൽ ടീച്ചർ O എന്ന് തരും. O തന്നിട്ട് നിങ്ങളുടെ O കൂട്ടിയുള്ള ഒരു വാക്ക് എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ ഓറഞ്ച് എഴുതും. ഇനി ഓറഞ്ച് അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വാക്ക് അറിയാൻ കഥ എഴുതിയാലും നോ പ്രോബ്ലം, ബട്ട് സ്പെല്ലിംഗ് ഷുഡ് ബി കറക്റ്റ്. അപ്പൊ 5ാമത്തെ പേജ് നമ്പർ ഉണ്ട്. പിന്നെയോ പിന്നെ നമുക്കുള്ള പേജ് നമ്പർ 9ാമത്തെ പേജ് നമ്പർ. ഇൻ ദ ജംഗിൾ എന്നുള്ളത് വേണ്ട. ആ സ്പെല്ലിങ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അത് എടുക്കണ്ട. 8ഉം വേണ്ട. പിന്നെ 9. 5ഉം 9ഉം. 9ാമത്തത് നിങ്ങൾ ആ പേരുകൾ പഠിച്ചിരിക്കണേ. അതിന്റെ ഓരോ പിക്ചറിന്റെയും പേര് നിങ്ങൾ പഠിക്കുക. പേജ് നമ്പർ 5, പേജ് നമ്പർ 9, പേജ് നമ്പർ 10. എല്ലാം ഈസി അല്ലേ? മീൻസ് നിങ്ങൾ പഠിച്ചത് തന്നെ പിന്നെ റിപ്പീറ്റ് ആക്കി വരുന്നതേ ഉള്ളൂ. 10 and 11. ഒത്തിരി ഉണ്ടോ ഇത്? നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവോ? പറഞ്ഞോ. ഇപ്പം കുറയ്ക്കണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. എന്താ ഇഷാന് എന്താ പറയുക? അൺമ്യൂട്ട് ചെയ്ത്. പഠിക്കാൻ പറ്റുമല്ലേ മോനെ? പറ്റും, പഠിക്കാൻ പറ്റും. അപ്പൊ ഒന്നുകൂടി ടീച്ചർ പറയാം ഏതൊക്കെ പേജ് നമ്പർ ആണ്. പിന്നെ പേജ് നമ്പർ 5, പേജ് നമ്പർ 9, 10 and 11 കേട്ടോ. Five, 9, 10 and 11. നിങ്ങൾ സ്പെല്ലിങ്സ് ആണ് പഠിക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് സ്പെല്ലിങ്സ് പഠിച്ചു വെക്കാം. ഓക്കെ, എഴുതി വെച്ചോ? നിങ്ങള് എഴുതി വെച്ചോ? ഏതൊക്കെ പേജ് നമ്പറാ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചില്ലേ? പേജ് നമ്പർ 5 എഴുതി വെക്കാത്തവർ എഴുതി വെക്കണേ. പേജ് നമ്പർ 5, ഐ നോ ദ ആൽഫബറ്റ്. അത് പേജ് നമ്പർ 5. പിന്നെ പേജ് നമ്പർ 9, പേജ് നമ്പർ 10 and പേജ് നമ്പർ 11. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം കേട്ടോ. യു ക്യാൻ കോൾ മീ and ask if you have any doubt. Okay. എന്നാണ് എക്സാം എന്നും ഏത് ദിവസമാണ് ഇംഗ്ലീഷ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ അറിയിക്കും. നിങ്ങൾ അറിയിക്കുമ്പോഴേ ഞാനും അറിയുള്ളൂ, അതെനിക്കും അറിയില്ല. ഓക്കെ, അപ്പൊ ഈ പോർഷൻസ് ഞാൻ തന്നിരിക്കുന്ന ഈ പോർഷൻസിന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അത് ഉറപ്പാണ്. വേറെ ഒന്നും വരത്തില്ല. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറിനെ വിളിച്ചിട്ട് വിളിക്കാം കേട്ടോ. നമ്പറില്ലേ മിസ്സിന്റെ നിങ്ങളുടെ കയ്യില്? ഉണ്ട്, നമ്പർ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണൽ ആയിട്ട് വിളിക്കാം. ഓക്കെ, so shall we enter into the class? Okay, come on. So today we learn another 8 words. Look at here. What is it? What is it? What is this picture? This is a hen, isn't it? Hen. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹെന്നിനെ? Do you have a hen at home? Do you have a hen at home? Yeah, you will be having, isn't it? Yeah, we get egg from the hen, isn't it? The hen gives us egg. Do you eat an egg?
നിങ്ങൾ എഗ് കഴിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. സോ വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് hen? H-E-N. All of you say loudly. H-E-N. Hen. Once again. H-E-N. Hen. Then pen. P-E-N. Pen. Pen നിങ്ങൾക്ക് അറിയാം അല്ലേ? P-E-N. Pen. Then 10. T-E-N. 10. Numbers. Number 10. 10. Then red. R-E-D. Red. It's a color. Red color. ചുവന്ന color. Okay. So 10, pen, hen, red. Once again, you say the spelling of 10. All of you say the spelling of 10. T-E-N. 10. 10 spelling പറഞ്ഞ് കേൾക്കുന്നില്ല നിങ്ങൾക്ക്? Can you hear me? ഹലോ, കേൾക്കാമോ നിങ്ങൾക്ക് എന്നെ? ഇടയ്ക്ക് നമ്മുടെ റേഞ്ച് പോയി. നമുക്ക് റേഞ്ച് പ്രോബ്ലം വന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കട്ടായി പോയത്. ഇറ്റ്സ് ഓക്കെ നൗ. സോ നൗ ഹു വിൽ ഗിവ് മീ ദ സ്പെല്ലിംഗ്സ് ഓഫ് ദീസ് 4 സ്പെല്ലിംഗ്സ് നൗ? ആർക്കത് വായിക്കാൻ പറ്റുന്നത്? അത് വായിച്ചതിന്റെ സ്പെല്ലിംഗ് പറയാൻ പറ്റുന്ന ആർക്കാ? ഇപ്പോ ബുക്കിൽ നോക്കി വായിക്കണം. യാ, Godwin, please unmute. Pen. Okay, good. Good. Next, who will read the next? Avedya PS, please unmute. What is that? Yeah, please read. H N hen. Okay. P N pen. Pen. Okay. R D Red. red. Okay. Okay. Good girl. Good. Okay. Next, who will read? Iron Sabin, please unmute. Vaike. 10. T-E-N. 10. T-E-N 10. Okay. H-E-N Hen. Okay. P-E-N pen. Pen. Okay. R-O-R-E-R-O-D R-E-D. R-A-D red. മിടുക്കനാ കേട്ടോ, കുറെ തന്നെത്താൻ വായിക്കാൻ ശ്രമിച്ചു. Good. Next, Abhirami, please unmute. വായിക്കോളെ. E-N hen. P-E-N pen. P-E-N pen.
Red. R-E-D. Red. മിടിക്കാണേ. ഗുഡ്. ഓക്കെ. മോളും കുറച്ച് തന്നെ വായിക്കാൻ ശ്രമിച്ചു. അപ്പൊ നിങ്ങൾ അടുത്തിരിക്കുന്ന അമ്മമാര് പെട്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. അവരൊന്ന് ട്രൈ ചെയ്യട്ടെ, അവർക്ക് കിട്ടുമോന്നറിയാം. നമ്മൾ ഒട്ടും കിട്ടുന്നില്ല, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. സ്പെല്ലിംഗ് ഒക്കെ അവർ തന്നെ വായിക്കട്ടെ. R-E-D അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവർ തന്നെ വായിക്കട്ടെ. എന്നിട്ട് കൂട്ടി വായിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. കുറച്ച് സമയം അവരൊന്ന് ശ്രമിച്ചോട്ടെ കേട്ടോ, തിരക്കില്ല. ഓക്കെ. ഷഹ്മ ഷെറിൻ. ഷഹ്മ. ഷഹ്മ, ഞാൻ ചാൻസ് തരാം മോളെ. സോ ബിഫോർ ദാറ്റ് ഒരുപാട് പേര് വായിക്കാൻ കൈവന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വായിക്കണം കേട്ടോ. എല്ലാവർക്കും ഇപ്പൊ ടീച്ചർക്ക് ടൈം തരാൻ സാധിക്കത്തിരിക്കത്തില്ല. അപ്പൊ സോ വൺ തിങ് വി വിൽ ഡു ബിഫോർ ദാറ്റ്, ഐ വിൽ ടേക്ക് യുവർ അറ്റൻഡൻസ്. ഓക്കെ, നിങ്ങൾക്ക് അറ്റൻഡൻസ് വേണ്ടേ ഇന്നത്തെ? സോ അർജുൻ രാജേഷ്. അവിനാഷ് പ്രകാശ്. എലോൺ ഉല്ലാസ്. നസീം മുഹമ്മദ്. ഇഷാൻ RK. ക്രിസ്റ്റോ ജോൺസ് ജോബി. സമാജന. ക്രിസ്റ്റി ജോസഫ്. അനയ റോസ് രഞ്ജിത്ത്. അയോൺ സാബിൻ. ഓക്കെ മോനെ. ഭാവിക. അവേദ്യ PS. അലോൺ ജോസഫ്. നഹ്ല ഫാത്തിമ. ഗോഡ്വിൻ. മുഹമ്മദ് സിയാൻ. മുഹമ്മദ് സാദ്. ദേവപ്രിയ. പാർവണ. അഭിരാമി സജിത്. ഗൗരി നന്ദ. സർഗ സജിത്. നൈജൽ ജോസഫ്. മഹദിയ. വൈഷ്ണവ്. ജിയോണ തെരേസ്. സാവിയോ ജോ. ഫിയോണ മരിയ. ഷഹ്മ ഷെറിൻ. ധ്യാൻ PV. ആൻഡ്രോസ് ജിയോ. ഷമീൽ. ലക്ഷ്മി അഭിലാഷ്. ഷൻസ ഫാത്തിമ.
Angel. Jessel Binu. Jessel Binu. Mona Jessel Binu, please unmute. അവിടെ നിങ്ങൾ രണ്ടുപേരുണ്ടോ? ആരോണുണ്ടോ? ആരോൺ ഇന്നില്ല. ഉണ്ട്. ആരോണും ഉണ്ട്. എന്നെവിടെ പോയി? ഇന്ന് വന്നിട്ടില്ല. വന്നില്ലേ? ഇന്ന് അവര് അടുത്താണ് വീട്. ഇന്ന് വന്നില്ല അവര്. അപ്പൊ അവരോടൊന്ന് എക്സാമിന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണേ. നമ്മൾ പേജ് നമ്പർ പറഞ്ഞില്ലേ? പറയാം. Okay, Jessel Binu. Ivin, please unmute your video. And so switch on your video, please. Avinash Prakash. It's okay. Ivin check. Jasmine Sijo. Jasmine Sijoയുടെ വീഡിയോ ഇല്ലല്ലോ. So, hope that I called everybody's name. Is there anyone's name that I did not call? ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? Yeah, I called everybody's name. So then now who was there to read? ഞാൻ മോളെ നോക്കുന്നു. Shahma, please unmute. Shamna, please unmute, mother. Yeah. C-E-N. Then. Good. A-E-N. Hen. Hen. Okay. E-N. Pen. Okay. R-E-B. D. Red. Red. Good. Okay. 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 Many of you are raising your hand. I know. So before that, Savio alla Anna Grace ആണ്. Okay. Good. Thank you. Savio Jalla Anna Grace ആണ് അല്ലേ? Thank you ട്ടോ ഇൻഫോം ചെയ്തതിന്. Okay, മക്കളെ. Many of you are raising the hand, I know. So what you have to do is you should read from home. Okay. വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഒച്ചത്തി വായിക്കുക. I won't get enough time to give chance for everybody. Okay. We'll not get enough time if everyone reads. So now, please take your notebook now. Okay. All of you, please take your notebook. When you take the notebook, don't forget to put today's date. Today is 27. Okay. You have to write today's date. So the first word, 10. 10.
10. Pen. 10. Pen. Okay. Who is this? 10. Pen. ഒരു പേജിൽ 2 വാക്കുകൾ മതി. Today I want to get it in the WhatsApp. Okay. What you have written today, I want to get it in my WhatsApp. In the group you can post. Don't draw. നിങ്ങൾ നല്ല കുട്ടികളല്ലേ? ഒരു പ്രാവശ്യം വായിക്കലെന്ന് ടീച്ചർ പറഞ്ഞത് കേൾക്കൂല്ലേ നിങ്ങള്? മോശം കുട്ടികൾ തന്നെ അവരുടെ സ്വഭാവം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കൂല. ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കൂല, പേരൻസ് പറഞ്ഞ അനുസരിക്കൂല, അല്ലേ? മോശം കുട്ടികൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരതേ ചെയ്യൂ. Okay, then next is hen. Okay, H-E-N, hen. Hen and red. Red. 10, pen, hen, red. Just write only once. Okay. 2 പേജിലായിട്ട് ഓരോ പ്രാവശ്യം എഴുതി വെച്ചാൽ മതി. ഇപ്പോ after the class you have to write it full. Okay. When you write the both pages, you should mention today's date and your handwriting should be very neat. Always use your pencil to write. Don't write with pen. Arjun Rajesh, what are you eating there? Okay. എഴുതി കഴിഞ്ഞോ മക്കളെ? Okay. So then another one thing, what I want to tell you is that you have your cursive writing copy, isn't it? ഇല്ലേ? നിങ്ങൾക്കൊരു cursive writing copy ഇല്ലേ? ഉണ്ടോ? Yes. Now we have to start to write it. Cursive writing copy ile first page. ഒന്നാമത്തെ പേജ് നിങ്ങൾ എഴുതണം ട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ടീച്ചർക്ക് അത് കാണണം. എഴുതിക്കൊണ്ട് വരും അടുത്ത ക്ലാസ്സിലേക്ക്. ഇന്നത്തെ അടുത്ത ക്ലാസ് അല്ല, അടുത്ത ദിവസം വെനസ്ഡേയിലേക്ക് ഫസ്റ്റ് പേജ് നിങ്ങൾ എഴുതണം. ഇല്ലേ നിങ്ങളുടെ കോപ്പി ഇല്ലേ? ഞാനിത് എടുത്തിട്ടില്ല, എൻ്റെ ഇപ്പൊ ഇല്ല. നിങ്ങളുടെ കോപ്പി ഇല്ലേ? കർസീവ് റൈറ്റിംഗ്. അത് തന്നെ സർഗാ സജിത്ത് കാണിക്കുന്നുണ്ട് അവിടെ. ദാറ്റ് ഈസ് ദ വൺ, കർസീവ് റൈറ്റിംഗ്. അതിനകത്തെ ഫസ്റ്റ് പേജ്. അത് ഫസ്റ്റ് പേജ് എടുത്തേ മോളെ. യെസ്, അതിനകത്തെ ഫസ്റ്റ് പേജ് നിങ്ങൾ എഴുതാട്ടോ. എഴുതൂലേ എല്ലാവരും? ഫസ്റ്റ് പേജ് എഴുതൂലേ? തമ്പ് കാണിച്ച് എഴുതുമെങ്കിൽ ടീച്ചർക്ക് തമ്പ് തന്നെ. ഓക്കെ, ഗുഡ്. അപ്പോ നല്ല ഭംഗിയിൽ എഴുതണം, സമയമെടുത്ത് എഴുതണം കേട്ടോ. ടേക്ക് പ്ലെന്റി ഓഫ് ടൈം ആൻഡ് റൈറ്റ് സ്ലോലി. പതുക്കെ എഴുതിയാൽ മതി, ആരും തിരക്ക് വെക്കൂല കേട്ടോ. ഒരുപാട് സമയമെടുത്ത് പതുക്കെ എഴുതി. യു ഷുഡ് ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. ദിസ് ഈസ് ദ വേ വി ഇംപ്രൂവ് അവർ ഹാൻഡ് റൈറ്റിംഗ്. Okay, handwriting, when you write in the notebook also and the copy also, you should write slowly so that you will be able to write it well. Okay, then shall we wind up today's class? Again, we'll see you in the next hour. Okay, അടുത്ത വീട്ടിൽ എല്ലാവരും ക്ലാസ്സിൽ കയറണേ. Okay മക്കളെ, then bye. Take care, prepare well for the exam. I want, it's compulsory that all of you should get the full mark.
ഓക്കെ, ഒരു കുഞ്ഞു പോലും ഒന്നും തെറ്റിക്കാതെ എല്ലാ മക്കളും എല്ലാം പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങി കാണണം. എങ്കിലും ടീച്ചർക്ക് ഇനി മുമ്പോട്ട് പഠിപ്പിക്കാൻ താല്പര്യം ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഗുഡ് സ്റ്റുഡൻസ്. ഓക്കെ, ബൈ. സോ നമുക്കിനി അടുത്ത ക്ലാസ് ഉണ്ട്. ഇന്ന് തന്നെ അടുത്ത ക്ലാസ് ഉണ്ട്. മക്കൾ ആരും ക്ലാസ്സിൽ കയറാതിരിക്കരുത്, മറന്നു പോകരുത്. ഓക്കെ.